ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇറ്റലിയിലെ കെയർ ഗിവർ ജോലി? അതായത് നോർമലി ഒരു 80 വയസ്സിന് മുകളിലുള്ളവരെ നോക്കുന്നത് എങ്ങനെയാണ്? ഈ ജോലിക്ക് ഇറ്റാലിയൻ ലാംഗ്വേജിൻ്റെ പ്രാധാന്യം എന്താണ്? ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇറ്റലിയിലെ കെയർ ഗിവർ ജോലിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും. ഈ ജോലിക്ക് ഏറ്റവും വേണ്ട ഒന്നാണ് ക്ഷമ അഥവാ പേഷ്യൻസ്. പിന്നെ സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സും വേണം. മിക്കവാറും 80 വയസ്സ് കഴിഞ്ഞവരെ ആയിരിക്കും നോക്കേണ്ടി വരിക. അതിൽ താഴെ പ്രായമുള്ളവരെയും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നോക്കേണ്ടി വരും. ചിലത് ഡേ ടൈം ഡ്യൂട്ടി മാത്രമായിരിക്കും, ചിലപ്പോൾ നൈറ്റ് ടൈം മാത്രമുള്ള ജോലികളും ആവാം. പക്ഷേ 90% ജോലികളും പകലും രാത്രിയും ആ വീട്ടിൽ തന്നെ നമ്മുടെ പേഷ്യൻസായ വയസ്സായവരോടൊപ്പം നിന്ന് ജോലി ചെയ്യുന്നതായിരിക്കും. ഇനി ഇവരിൽ തന്നെ പതിയെ നടക്കുന്നവരും വീൽ ചെയറിൽ ഉള്ളവരും ഫുള്ളായിട്ട് ബെഡഡ് ആയവരും ഉണ്ടാകും. പ്രായമായവർ പലതരം സ്വഭാവമുള്ളവരായിരിക്കും. നമ്മളൊരു കൊച്ചുകുട്ടിയെ എങ്ങനെയാണോ നോക്കുക അതുപോലെയായിരിക്കും നമുക്ക് ഇവരെ നോക്കേണ്ടി വരിക. ഇവരിൽ ചിലപ്പോൾ ഓർമ്മയില്ലാത്തവർ ഉണ്ടാകാം, ഡിമെൻഷ്യ ഉള്ളവർ. ചില ആളുകൾ സംസാരിക്കാത്തവരാകും, ചിലപ്പോൾ കേൾവിശക്തി ഇല്ലാത്തവരായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ ഉള്ളവർ ഉണ്ടാകാം. ചിലപ്പോൾ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും ഉണ്ടാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു കാര്യം പലതവണ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും. അതുപോലെ നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് ദേഷ്യപ്പെടാതെ എല്ലാം സഹിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സ് കൂടി വേണം. കാരണം അവർ ഒരു കുട്ടികളെ പോലെയാണ് ഈ ഒരു ടൈമിൽ. ഈ ഒരു ജോലിയിൽ നമ്മുടെ പേഷ്യൻസ് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മളുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കണം. ഇനി ആദ്യം രാവിലെ നമ്മളിവരെ എഴുന്നേൽക്കാൻ സഹായിക്കണം. പലരും പല സമയത്തിലായിരിക്കും എഴുന്നേൽക്കുക. ചില ആളുകൾ 6:30-ക്ക് എണീക്കാം, ചിലർ 8:30-ക്ക്, ചിലർ 9 മണിക്ക്. ഇതെല്ലാം നമ്മുടെ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആദ്യം തന്നെ നമ്മളിവരെ വൃത്തിയാക്കാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനും സഹായിക്കണം. അതുപോലെ ഡയപ്പർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും സഹായിക്കണം. ചിലർ ബെഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബെഡിൽ കിടത്തി തന്നെ എല്ലാം ചേഞ്ച് ചെയ്യാം. ഇനി വീൽ ചെയറിലുള്ളവരാണെങ്കിൽ നമ്മൾ വീൽ ചെയറിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം പതിയെ ബാത്റൂമിൽ കൊണ്ടുപോയി നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സഹായിക്കാം. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം. മിക്കവാറും പേഷ്യൻസ് പാലും റസ്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അതുമല്ലെങ്കിൽ കൊർനെത്തി ഇതൊക്കെയാണ് നോർമലി ഇവർ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുക. ചിലപ്പോൾ ചില ആളുകൾ കഫേ കുടിക്കും. അത് ഇറ്റാലിയൻസിന് ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് കഫേ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ മരുന്നുകൾ ഉണ്ടാവും, അതെല്ലാം കൃത്യസമയത്ത് നമ്മൾ നൽകണം. ചില ആളുകൾ മരുന്ന് കഴിക്കാൻ മടിയുള്ളവരുണ്ടാകാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഭക്ഷണത്തോടൊപ്പം അവർക്ക് മരുന്ന് പൊടിച്ച് നൽകേണ്ടി വരും. ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് നമ്മൾ അവർക്ക് ഉച്ചഭക്ഷണം ഉണ്ടാക്കി നൽകണം. ചിലയിടത്ത് ഫസ്റ്റ് മാത്രം ഉണ്ടാവുകയുള്ളൂ, ചിലപ്പോൾ സെക്കൻഡും ഉണ്ടാവും. സെക്കൻഡായിട്ട് ഇറച്ചിയോ മീനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതേപോലെ ഇതോടൊപ്പം നമ്മൾ ഫ്രൂട്ട്സും കൊടുക്കണം. ഇതെല്ലാം നമ്മൾ നോക്കുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ചിലർ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ മടിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പല്ലുണ്ടാകില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അരച്ചു കൊടുക്കണം. ചില ആളുകൾ ഭക്ഷണം തനിയെ കഴിക്കും, ചിലർക്ക് ഭക്ഷണം അരച്ചു കൊടുത്താൽ കഴിക്കും. ഇനി ഇതും രണ്ടും അല്ലാതെ കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും. അവരെ കുട്ടികളെ പോലെ വേണം ട്രീറ്റ് ചെയ്യാൻ. അതായത് പാട്ടുപാടി കഥ പറഞ്ഞും നമ്മൾ കഴിപ്പിക്കേണ്ടി വരും. ചില സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കാർട്ടൂണോ മറ്റോ വെച്ച് കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കുന്ന പോലെയും ചെയ്യേണ്ടി വരും. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ നോർമലി റെസ്റ്റിംഗ് ടൈമാണ്. അതിനിടയിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാം. അതേപോലെ മരുന്നുകളുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കണം. അതിനുശേഷം ഏകദേശം ഒരു 3:30-4 മണി വരെ റെസ്റ്റിംഗ് ടൈമാണ്.
നോർമലി ഇങ്ങനെയാണ്. പക്ഷേ ഇതും ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില പേഷ്യൻസ് ആ സമയത്ത് റെസ്റ്റ് എടുക്കും. ചില പേഷ്യൻസ് ആ സമയത്ത് വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി പേഷ്യൻസ് ആ സമയത്ത് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കും അതോടൊപ്പം റെസ്റ്റ് എടുക്കാം. ഏകദേശം ഒരു 4 മണിയാവുമ്പോൾ ഒരു കഫേ അതല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു സ്നാക്സ് ടൈം എന്ന് പറയും. ആ ടൈമിൽ കഫേ കുടിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഒരു കൊർണേത്തിയോ മറ്റും കഴിക്കുന്നവരുണ്ടാവും. ഇതിനെ മെറേന്ത എന്നാണ് പറയുക. ഇതെല്ലാം ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വൈകിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വീണ്ടും നൽകണം. അതോടൊപ്പം മരുന്നുകളും കൃത്യമായി നൽകണം. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയവും പല ആളുകളും പല സമയത്താണ് ഉറങ്ങാൻ പോവുക. ഡയപ്പർ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും നമ്മൾ ഇവരെ ഹെൽപ്പ് ചെയ്യണം. ഇനി ചില വീടുകളിൽ ഒരു 20 മുതൽ 25% വരെയുള്ള വീടുകളിൽ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും പുറമേ നിന്ന് ആളുകൾ വരും. ബാക്കി ഒരു 75% വീടുകളിലും ഈ കെയർ ഗിവേഴ്സ് തന്നെയാണ് വീട് ക്ലീൻ ചെയ്യുക. അത് രാവിലെ ഭക്ഷണത്തിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, അതേപോലെ ഉച്ചയ്ക്കെല്ലാം ശേഷം നമുക്ക് എപ്പോഴാണോ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒഴിവനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിൻ്റെ റൂം, ടോയ്ലറ്റ്, അതേപോലെ ഹാള്, കിച്ചൺ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. അതേപോലെ ക്ലോത്ത് വാഷിങ്ങും നടത്താം. ഇനി മരുന്നുകൾ കൃത്യസമയത്ത് നൽകുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മരുന്നുകൾ തീരാറാവുമ്പോൾ പേഷ്യൻറ്റിൻ്റെ കാര്യം ആരാണോ നോക്കുന്നത് അവരെ നമ്മൾ കൃത്യമായി അറിയിക്കണം. ഇന്ന മരുന്ന് ഇനി ഇത്ര ദിവസം കൂടിയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ അറിയിക്കണം. കാരണം മരുന്നുകൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. ഇനി വീട്ടിലേക്ക് ആവശ്യമായ പഴങ്ങൾ, പച്ചക്കറികൾ, ബാക്കി ഐറ്റംസ് ഇവയെല്ലാം പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തികൾ നമുക്ക് ചിലപ്പോൾ വാങ്ങിക്കൊണ്ട് വരാം. അതുമല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി മേടിക്കേണ്ടി വരും. ഇതും നമുക്ക് കിട്ടുന്ന പേഷ്യൻസിനെയും ആ വീട്ടുകാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉറക്കം എന്നുള്ളത്. ഈ ജോലിയിൽ ഒരു 75% പേഷ്യൻസിനെ നോക്കുന്നവർക്കും കൃത്യമായി ഉറങ്ങാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ചില പേഷ്യൻസ് രാത്രിയിൽ 2 3 അതിലധികമോ തവണ ടോയ്ലറ്റിൽ പോകാൻ എണീക്കുന്നവരായിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ സഹായം ആവശ്യമുള്ളവരുണ്ടാകാം. ചില ആളുകൾക്ക് രാത്രിയിൽ ഉറക്കം കുറവായിരിക്കാം. രാത്രിയിൽ ഒച്ചയിടുകയോ അതല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോഴും നമുക്ക് കൃത്യമായി ഉറങ്ങാൻ സാധിക്കണമെന്നില്ല. അത് ഈ ജോലിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് കൃത്യമായി തുടർച്ചയായുള്ള ഉറക്കം ചിലപ്പോൾ കിട്ടുന്നതായിരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷനായിട്ട് തോന്നിയെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കെയർ ഗിവർ ജോലിയെക്കുറിച്ച് പറയാനുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ട എന്ന് വെച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.